ഹലോ, ലിറ്റൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് വേലയുടെ കുറച്ച് വിശേഷങ്ങൾ കൂടി കണ്ടാലോ. ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ കുറച്ചായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ആരും ഒന്നും വിചാരിക്കരുത്. അപ്പൊ രാത്രി ഞങ്ങൾ പൂരം കാണാൻ പോയി കഴിയുമ്പോൾ വെടിക്കെട്ടിന് പോയി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം പുലർച്ചെ വരുള്ളൂട്ടോ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ അതുവരെയുള്ള ചെറിയ ചെറിയ രാത്രിയിലത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. ഇത് കാളകളുടെ ഇത് കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഓരോ ദേശത്തെ കാളകൾ ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇവിടെ പാടത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, നിരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് കൊട്ടലും ഒക്കെ ഉണ്ട്. നല്ലൊരു മഴ പെയ്തിട്ടോ വൈകുന്നേരത്ത്. അത് കാരണം ഈ പാടത്ത് കൂടി ഇതൊക്കെ കൊണ്ടുവരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ ചക്രത്തിലൊക്കെ ഈ ചേരൊക്കെ ആയ കാരണം അതൊന്നും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചത്. ഇത് വേറൊരു കാളയാണ് കേട്ടോ. ഇതൊക്കെ അവിടെ നിങ്ങടെ കയറ്റം ഒരുപാട് ബുദ്ധിമുട്ടി, ടയറിലൊക്കെ ചേറായതുകൊണ്ട്. കണ്ടോ, ഇതൊക്കെ ഓരോ കാളകളുടെ ഓരോ ദൈവത്തിന്റെ ഒക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് നല്ല മഴ പെയ്തു. അപ്പോൾ വെടിക്കെട്ടൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ എന്നാലും വെടിക്കെട്ടുണ്ടായിരുന്നു, അടിപൊളിയായി കഴിയുകയും ചെയ്തു കേട്ടോ. ഞങ്ങൾ പോകാൻ പറ്റില്ല എന്നൊക്കെ ഒന്ന് പേടിച്ചു. ഇതാ കണ്ടോ, ഇതില് ഭഗവാന്റെ ഇതൊക്കെ ഉണ്ട്. പാടത്തൊക്കെ നല്ലോണം ചേറൊക്കെ ആയിട്ടുണ്ടായിരുന്നു, നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്ത കാരണം നമ്മൾ ഇത്രയും ജനങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. എങ്കിലും ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടി വെടിക്കെട്ട് കാണാനൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടോ, ഇതൊക്കെ ഓരോ കാളകളിൽ ഓരോ ദൈവങ്ങളുടെ ഒക്കെ അതൊക്കെ ഉള്ളതാണ്. അപ്പോൾ വെടിക്കെട്ടൊക്കെ അടിപൊളിയായി കഴിഞ്ഞു കേട്ടോ. വെടിക്കെട്ട് തുടങ്ങാൻ കുറച്ച് പറഞ്ഞ സമയത്തിനെക്കാട്ടിലും കുറച്ച് വൈകി മഴ പെയ്ത കാരണം. എന്നാലും ഇത് പൊട്ടി തുടങ്ങിട്ടോ, അടിപൊളിയായി ഉണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസം പുലർച്ചെയാണ് കേട്ടോ. ഞങ്ങൾ വെടിക്കെട്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഒരു വെടിക്കെട്ട് കൂടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഇറങ്ങുമ്പോൾ എടുത്തതാണ് കേട്ടോ. പന്തലിൻ്റെ 5 ദേശക്കാരുടെ വെടിക്കെട്ടുണ്ട്. 6 വെടിക്കെട്ടായിട്ടാണ് പ്രാവശ്യം നടത്തിയത്. അപ്പോൾ അത് കുറച്ചൊരു വെടിക്കെട്ട് മഴ പെയ്ത കാരണം കുറച്ച് താമസിച്ചു. എന്നാൽ നന്നായിട്ട് വെടിക്കെട്ടൊക്കെ നന്നായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ മുഴുവൻ 1-2 കാണാൻ നിന്നില്ല. അവസാനമായപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ പന്തല്.
രാവിലെ ഇന്നലെ വൈകുന്നേരത്ത് എത്ര മണിക്ക് നമ്മൾ പോയി? 6:30. 6:30 പോയിട്ട് ഞങ്ങൾ രാവിലെ പുലർച്ചെ പിറ്റേ ദിവസം 7:45 എത്തുമ്പോൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വരുമ്പോൾ ഇഡ്ഡലി വാങ്ങിയിട്ടാട്ടോ വന്ന്. ഇഡ്ഡലി വാങ്ങിയിട്ടുണ്ട്, ചട്നി ചമ്മന്തിയൊക്കെ ഉണ്ട്, ഓരോ വടി. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ വേലയുടെ വിശേഷങ്ങള്. ഇത്രയല്ല, വെടിക്കെട്ട് 5 ദേശക്കാരുടെ വെടിക്കെട്ടാണ് ഉണ്ടായിരുന്നത്. ചേലക്കര, കുറുമല, വെങ്ങാനല്ലൂര്, പങ്ങാരപ്പള്ളി, തോന്നൂർക്കര കേട്ടോ. ഈ പ്രാവശ്യം ചേലക്കരക്കാരുടെ 2 പ്രാവശ്യമായിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ വീഡിയോയില് 6 എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ എല്ലാ വെടിക്കെട്ടിന്റെ വീഡിയോസ് ഒന്നും ഇടണ്ടാന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം. അപ്പോ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വൈകുന്നേരത്ത് നല്ലൊരു മഴ പെയ്തു കേട്ടോ. 3 മണിയൊക്കെ ആകുമ്പോ അടിപൊളി മഴ, നല്ല ഇടിപൊട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വെടിക്കെട്ടിനൊക്കെ സാങ്ഷൻ കിട്ടിയിട്ട് ഇപ്രാവശ്യം പൊട്ടിക്കാൻ പറ്റില്ലേന്ന് എല്ലാവരും ഒന്ന് വിഷമിച്ചു. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ലപോലെ കഴിഞ്ഞു കേട്ടോ. മഴ പെയ്തതാണെന്നൊന്നും പറയില്ല, വെടിക്കെട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഗംഭീരമായിരുന്നു കേട്ടോ വെടിക്കെട്ട്. മഴ പെയ്താലും ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചില്ല എത്ര തിരക്കുണ്ടാവുമെന്ന്. പാടത്താണ് ഉണ്ടാവുക. പാടത്ത് നമുക്ക് ശരിക്കും നടക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വഴുക്കിയിട്ട് അറിയാലോ, മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ല. അല്ലെങ്കിൽ ഞങ്ങൾ പാടത്ത് പോയിട്ട് അവിടെ ഇരിക്കുക, കിടക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇപ്രാവശ്യം മഴ പെയ്തത് കൊണ്ട് അതൊന്നും പറ്റിയില്ല. ഒരുപാട് ആളുകൾ നിന്നിട്ടൊക്കെ നേരം പുലർച്ചെ വരെ നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ ആൾക്കാർ പൂരത്തിന് പോയത്. എന്നാലും പ്രതീക്ഷിച്ച പോലെ വെടിക്കെട്ടുണ്ടായിരുന്നു, അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മഴ പെയ്ത കാരണം ടൈം ഒന്ന് ചേഞ്ച് ആയി. 6:30 തുടങ്ങേണ്ടത് 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. എന്നാലും വെടിക്കെട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ 2 എണ്ണം കാണാൻ നിൽക്കാതെ തിരിച്ചു പോകുന്നത് കേട്ടോ. അപ്പൊ സമയം അപ്പേക്കും രാവിലെ ആയിട്ടുണ്ടായിരുന്നു, 6 മണിയൊക്കെ ആയി. പിന്നെ ഒരുപാട് ലേറ്റ് ആവണ്ട, പിന്നെ ഉച്ചയൊക്കെ ആവില്ല ഇവിടെ എത്തുമ്പോൾ വെച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. പക്ഷെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യത്തെ വേല അതിഗംഭീരമായിട്ട് കഴിഞ്ഞു. അപ്പൊ വേലയുടെ വീഡിയോ ഞാൻ ഇടുന്നില്ല കേട്ടോ. ഞാൻ ഒരുപാട് വെറുതെ ഇട്ടിട്ട് വലിപ്പിക്കുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചെറിയ ചെറിയ വിശേഷങ്ങളുള്ളൂ കേട്ടോ. അറിയാലോ, ക്യാമറയും കൊണ്ട് പോയിട്ട് അങ്ങനെ എടുക്കാനൊന്നും എനിക്ക് അങ്ങനെ അറിയാത്തതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല. അപ്പൊ എന്നാലും കുറച്ച് വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ ഞാൻ ഉടനെ വരാം. എല്ലാവർക്കും താങ്ക് യു.